ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടന്നാലോ. അതിനുമുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1K ലൈക്ക് ടാർജറ്റ് മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കല്യാണ മണ്ഡപമാണ്. അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയല്ലോ നമ്മുടെ വേണു, അതായത് അനാമികയുടെ അച്ഛൻ. എല്ലാവരും അനാമികയുടെ അച്ഛനെ കാത്തിരിക്കണം. അനാമികയുടെ അച്ഛൻ കയറി വരുന്നില്ല മുഹൂർത്തമായിട്ട്. അപ്പോൾ തന്നെ ശാന്തി പറഞ്ഞു, ദേ മുഹൂർത്തത്തിന് ഇനിയിപ്പം സമയമില്ലാട്ടോ, ഇപ്പൊ തന്നെ വിവാഹം നടത്തണം, അല്ലെങ്കിൽ പിന്നെ ഇന്ന് വേറെ മുഹൂർത്തം ഇല്ലാതെ നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, എങ്കിൽ പിന്നെ അച്ഛ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം, അദ്ദേഹത്തിനെ പോയി വിളിച്ചോണ്ട് വരാം, അദ്ദേഹം പുറത്തോട്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് നേരെ ഇറങ്ങി പോവുകയാണ് പുറത്തേക്ക്. ഇതേ സമയം നമ്മുടെ ആദർശിന്റെ അച്ഛൻ പറഞ്ഞു, എന്താ രേവതി, എന്താ അത്രയ്ക്ക് വലിയ ഇന്റിമേറ്റ് ആയ ഫ്രണ്ടും എല്ലാം ആണോ വന്നേക്കുന്നത്, ഈ ഒരു സമയത്ത് അങ്ങനെ ഇറങ്ങി പോകണമെങ്കിൽ അത്രയ്ക്ക് ബന്ധമുള്ള ഒരാളായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പം അതെ, നല്ലൊരു ഫ്രണ്ടാ വന്നിരിക്കുന്നത്, അപ്പൊ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയേക്കുന്നത്. അല്ല, നമുക്ക് മുഹൂർത്തം ആയെങ്കിൽ നമുക്ക് വിവാഹം അങ്ങ് നടത്താം എന്നിങ്ങനെ രേവതി പറഞ്ഞപ്പോ അതെങ്ങനെ ശരിയാകും, പെണ്ണിന്റെ അച്ഛനില്ലാതെ വിവാഹം നടത്താൻ പറ്റുമോ, ഏതായാലും അദ്ദേഹം വരട്ടെ, അദ്ദേഹം വന്നിട്ട് നമുക്ക് വിവാഹം നടത്താം എന്ന് പറഞ്ഞു. ഇതേ സമയം നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും ആ പലിശക്കാരൻ വേണുവിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഇന്ന് തന്നെ പൈസ വേണം, നിന്റെ മകൾ ഇപ്പൊ സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന ദിവസമല്ലേ, അപ്പൊ ഇന്ന് തന്നെ എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ, നിന്റെ മകളെ നീ സ്വർണത്തിൽ കുളിപ്പിക്കുകയോ സ്വർണത്തിൽ കുളിപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോ, അതെനിക്കറിയേണ്ട കാര്യമില്ല, ഏതായാലും അന്തസ് എന്ന് പറഞ്ഞാല് ആദ്യം എനിക്ക് തരാനുള്ള പൈസ ഇങ്ങോട്ട് താ, അത് കഴിഞ്ഞ് നിന്റെ മകളുടെ വിവാഹം നടത്തണം, അതല്ലേടാ അതിൻ്റെതായ ഒരു അന്തസ്, ഇപ്പൊ തന്നെ നിന്നെ പിടിച്ചാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവത്തുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് തന്നെ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോളറിന് ഇങ്ങനെ കുത്തിപ്പിടിച്ചോണ്ട് എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കോളർ വിട്ടപ്പോഴാണ് ആദർശ് അങ്ങോട്ട് കടന്നു വരുന്നത്. ആദർശ് അങ്ങോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, അങ്കിൾ എന്താ അങ്കിൾ ഇവിടെ നിൽക്കുന്നത്, അവിടെ മുഹൂർത്തമായി, ബാ താലികെട്ടൽ ചടങ്ങ് നടത്തണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും മുഹൂർത്തമായല്ലേ, ചടങ്ങ് കാണാനേ ഈ നിൽക്കുന്ന അങ്കിള് മാത്രമല്ല മോനെ, ഞങ്ങളും വരും അങ്ങോട്ടേക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പലിശക്കാരൻ ആദർശിനോട് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അതെ ഇയാൾ കുറച്ച് പണം തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അങ്കിള് തരും, അല്ല തന്നില്ലെങ്കിൽ മോൻ തരുമോ, അതെ ചിലപ്പോൾ ഞങ്ങളൊക്കെ തന്നിരിക്കും, പിന്നെ അങ്കിളിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അത് ഞങ്ങളെയും കൂടെ ബാധിക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് അങ്കിൾ അങ്ങനെ ഒരു പൈസ തരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അങ്കിള് ഇപ്പൊ കടം തരാൻ വല്ലതും ഉണ്ടെങ്കിൽ ആ തുക ഞങ്ങൾ തന്നാ പോരെ, ആ തുക ഞങ്ങൾ വീട്ടിയാ പോരെ. എനിക്ക് അത്രയും കേട്ടാ മതി, മൂർത്തി സാറിന്റെ കൊച്ചുമകൻ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ മറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, എങ്കിൽ പിന്നെ മോളുടെ താലികെട്ട് കഴിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടെ യാത്രയാകുന്നുള്ളൂ. ഇനി നീ ബാക്ക് പാലിച്ചില്ലെങ്കിലും കേട്ടല്ലോടെ വേണു, ദേ അതിന് കഴിവും പ്രാപ്തിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അതും കൊണ്ട് ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അയാളെ കയറി പോകുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ പലിശക്കാരൻ കയറി പോകുകയാണ്, വണ്ടി കയറി അങ്ങ് പോയി, വിവാഹം കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ ഇനി. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി കയറി അങ്ങ് പോയപ്പോഴത്തേക്കും ആദർശ് ചോദിച്ചു, എന്താ അങ്കിളെ പ്രശ്നം, എന്താ ഇവർ ഈ പറയുന്നത്, അങ്കിള് പൈസ കൊടുക്കാനുണ്ടെന്നോ, അത് പിന്നെ കോടികളുടെ ബിസിനസ് അല്ലായിരുന്നോ, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് എന്നാ കാര്യം, കമ്പനി മുഴുവൻ പൊളിച്ചത് അവൻ ഒറ്റ ഒരുത്തനാ, കോടികളുടെ ബിസിനസ് ആയിരുന്നു, അതിന്റെ നഷ്ടങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടായെന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, അതുകൊണ്ടാ ഞാൻ പണം കൊടുക്കില്ല എന്ന് വാശി പിടിച്ചത്. ഒരു ബിസിനസ് ഉണ്ടാവുമ്പം അതിന് വിജയം വേണമല്ലോ, അല്ലാതെ പണം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇത്രക്കാരെയൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നതല്ലേ അങ്കിളെ നല്ലത്. അതിപ്പോ ഏതായാലും എനിക്ക് മനസ്സിലായി മോനെ, കല്യാണമായിട്ട് അവനിപ്പോ ഇവിടെ വന്നത് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാനാ, അങ്ങനെ 4 ആളിന്റെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയാല് പെട്ടെന്ന് അവന് പണം കിട്ടൂലോ, ആ ഉദ്ദേശത്തോടു കൂടിയാ അവൻ വന്നത്. എന്റെ പൊന്നങ്ങളെ, പണമല്ലല്ലോ മനസ്സമാധാനമല്ലോ നമുക്ക് വലുത്, എന്തെങ്കിലുമൊക്കെ കൊടുത്തങ്ങോട്ട് ഒഴിവാക്കാൻ നോക്കാം, അതായിരിക്കും നല്ലത്. കല്യാണം കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും പൈസ കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞു. ഏതായാലും അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. ആദർശ് അങ്ങ് കയറി പോയപ്പോഴത്തേക്കും വലിയൊരു തലവേദന ഒഴിഞ്ഞെന്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വേണുവും അകത്തേക്ക് കയറി പോകുന്നത്. ഇതേ സമയത്ത് കാണുന്നത്, പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയുടെ കൂട്ടുകാർ രണ്ടുപേരും ഇങ്ങനെ പുറത്ത് നിന്ന് കല്യാണ മണ്ഡപത്തിന്റെ പുറത്ത് നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ല കേട്ടോ, വേറെ ഒന്നുമല്ല, അവർക്ക് നന്ദുവും നമ്മുടെ അനിയും ഒന്നിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണ് അവർ ആ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്, ബാടാ നമുക്ക് അകത്തേക്ക് കയറി പോകാടാ, നമുക്ക് കല്യാണം കാണണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് കാണാനുള്ള ആഗ്രഹമില്ല, ദേ ആ അനാമിക എന്ന് പറയുന്ന പെണ്ണിന്റെ കഴുത്തില് അനി താലി കെട്ടുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പിന്നെ അറിയാലോ നന്ദുവിന്റെ കാര്യം, നന്ദുവിന്റെ ചേച്ചിമാരുടെ കാര്യം തന്നെ അവതാളത്തിലാ, നന്ദുവിന്റെ ചേച്ചിമാര് തന്നെ അവിടെ എങ്ങനെ ജീവിക്കുന്നത് നമുക്കൊക്കെ അറിയാന്നല്ലേ, പിന്നെ എങ്ങനെ അവളുടെ ചേച്ചിമാരും അമ്മയൊക്കെ അങ്ങോട്ടേക്ക് അയക്കുന്നത്,
അതുകൊണ്ട് നമുക്കതിന് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവന്മാർക്ക് പെട്ടെന്നൊരു കോള് വരിക. ഒരു കോള് വരുമ്പോഴത്തേക്ക് നന്ദു ആട്ടോ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവന്മാർ ചോദിക്കുക, എവിടെയാ നന്ദു നീ ഉള്ളത്? അത് പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പാർക്കിങ്ങിന്റെ അടുത്തുള്ള പുഴക്കരയില്. നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? നീ കല്യാണത്തിന് പങ്കെടുക്കാതെ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ഞാന് വേറൊന്നിനും അല്ല, മരിക്കാൻ തന്നെയാ വന്നതെന്ന് പറഞ്ഞു. നീ എന്താടി പറഞ്ഞത്? നിനക്കറിയാലോ, ധൈര്യം കൂടുതലുള്ള ഒരു പെൺകുട്ടി തന്നെയാ ഞാന്. പെൺകുട്ടിയല്ല, ആൺകുട്ടിയുടെ ധൈര്യം. പക്ഷെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാണം കളയുന്ന കൂട്ടത്തിലല്ലേ ഞാന്. അങ്ങനെ പ്രാണം കളയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാനൊരു കാര്യം പറയുന്നത്, നീ വെറുതെ അബദ്ധം കാണിക്കരുത്. ഞാൻ ജീവിച്ചാലേ അത് അനിയുടെയും അനാമികയുടെയും ജീവിതത്തെ ബാധിക്കും. അവർക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല. എന്റെ പേര് പറഞ്ഞവർ തമ്മിൽ തല്ലാൻ പാടില്ല. അവരുടെ കല്യാണം കഴിയാൻ പോവല്ലേ, പിന്നെന്താ നിനക്ക്? കല്യാണം കഴിഞ്ഞാലും അനിയുടെ മനസ്സിൽ ഞാൻ ഉണ്ടാകും. അതുകൊണ്ടാ ഇന്നലെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായത്. കുടിക്കാത്ത അനി കുടിച്ചത് അതെനിക്ക് നന്നായിട്ട് അറിയാം. അവൻ എന്നെ മറക്കാൻ പറ്റില്ല. ഇതുപോലെ ഉള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാല് പല പല പ്രശ്നങ്ങൾ അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവും. ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു നന്ദു. അപ്പോഴേക്കും കൂട്ടുകാരന്മാർ പറഞ്ഞു, എടാ ഇനിയിപ്പോ എന്താണ് ചെയ്യുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്കുക, ഞാൻ പുഴയുടെ അടുത്ത് വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ പോകാൻ തുടങ്ങിയിട്ട് പറഞ്ഞു കേട്ടോ, നീ ഒരു കാര്യം ചെയ്യണം, ആരോടും പറയാൻ പാടില്ല, ആരോടും പറയരുത്, ഞാൻ പോയിട്ട് ഓടി വരാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ കൂട്ടുകാരൻ അങ്ങ് പോയി. അപ്പൊ നമ്മുടെ ഗോവിന്ദൻ വന്നിട്ട് മറ്റൊരു കൂട്ടുകാരൻ അവിടെ നിപ്പുണ്ടല്ലോ, രണ്ടുപേരായിരുന്നല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരാളാണല്ലോ പോയത് നന്ദുവിനെ തേടി. അപ്പൊ ആ കൂട്ടുകാരനോട് ചോദിച്ചു, അല്ല നന്ദു എന്ത് ചെയ്യുന്നു ചോദിച്ചു. നന്ദു എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, അത് പിന്നെ രാകേഷിന്റെ കൂടെ നിന്ന് എവിടെയിൽ നിന്ന് സംസാരിക്കായിരിക്കും. അവക്ക് ഈ കല്യാണം കാണാനുള്ള മാനസികാവസ്ഥ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവള് മനഃപൂർവ്വം മാറി നിൽക്കുന്നത്. ചിലപ്പോ അങ്ങനെ ആയിരിക്കും അല്ലേ മോനെ? അല്ല പിന്നെ നിങ്ങള് അവളുടെ നല്ല കൂട്ടുകാരല്ലേ, അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ അവളെ നിങ്ങളൊന്ന് ഉപദേശിക്ക് നന്നാക്കണം. ഇപ്പോഴും അവളുടെ മനസ്സിൽ അനിയുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. എന്തായാലും അങ്കിൾ അങ്ങോട്ട് ചെല്ല്, വിവാഹം നടക്കല്ലേ, അങ്ങോട്ടേക്ക് ചെല്ല്, ഞങ്ങൾ അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കോളാം അങ്കിളെ, അങ്കിള് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഈ സമയം രണ്ടും കൽപ്പിച്ച് നമ്മുടെ നന്ദു ആ ഫോണൊക്കെ ഇങ്ങനെ നിലത്ത് കളഞ്ഞിട്ട് നേരെ പാലത്തിന്റെ മണ്ടയിലേക്ക് കയറുകയാണ് കേട്ടോ, എടുത്ത് ചാടാൻ വേണ്ടി. അങ്ങനെ കുറച്ചു നേരം പുഴയിലേക്ക് നോക്കി നിൽക്കുകയും അനിയുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടുന്നു. ഒരൊറ്റ ചാട്ടം ചാടുന്നു. നമ്മുടെ നന്ദു അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ ചാടിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം വീണ്ടും കല്യാണ മണ്ഡപം കാണിക്കുന്നു. നമ്മുടെ അനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെയൊക്കെ തോന്നുകയാണ്. അനിയുടെ മുഖത്ത് ഒരു ചിരി, ഒരു പ്രസാദവും ഇല്ല. അനാമികയ്ക്ക് ഏതായാലും സന്തോഷമായി, പലിശക്കാരനൊക്കെ വന്ന് പോയി. ഏതായാലും അച്ഛൻ വന്ന് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്ക് സന്തോഷമായി. ഇതിനിടയിൽ കനകദുർഗയാണെങ്കിൽ നയനയോട് പറഞ്ഞു, അല്ല മോളെ കാണുന്നില്ലല്ലോ, നന്ദൂട്ടൻ ഇത് എവിടെ പോയതാ, ഇതുവരെ നന്ദൂട്ടനെ കാണുന്നില്ലല്ലോ, അവള് ഇത് എവിടെ പോയതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് വെപ്രാളത്തോടു കൂടി ഇങ്ങനെ തിരക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, അവള് പുറത്ത് കാണുമായിരിക്കും, അവക്കിത് കാണാനുള്ള ആ ഒരു ഇതില്ലാഞ്ഞിട്ടായിരിക്കും അവള് ഇങ്ങോട്ടേക്ക് കയറി വരാത്തത്. അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ പുറത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ആദർശനോടും പറഞ്ഞു, നന്ദുവിനെ കാണുന്നില്ലല്ലോ ആദർശേട്ടാന്ന്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ നമ്മുടെ നന്ദുവിനെ അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ നയന പുറത്തൊക്കെ ഇങ്ങനെ പോയി നോക്കിയിട്ട് നന്ദുവിനെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഈ വിവാഹം ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒത്തിരി മാറി നിൽക്കാനും പറ്റത്തില്ലോ ആദർശിന്. അപ്പൊ ആദർശ് വീണ്ടും അവിടെ കല്യാണ മണ്ഡപത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇതേ സമയം വീണ്ടും ആ പുഴ തന്നെയാണ് കാണിക്കുന്നത്. ആ പുഴയുടെ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിന്റെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് ചെന്നു. ഇതേ സമയം തന്നെ നന്ദുവിനെ കുറച്ചു പേര് കൂടി ആ പുഴയെന്ന് എടുത്ത് മാറ്റി ഇങ്ങനെ വെച്ചേക്കാണ്, മാറ്റി ഇങ്ങനെ നിലത്ത് കിടത്തിയേക്കാണ്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് കൂടി ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, കുറെ വെള്ളം കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടൂന്നൊന്നും തോന്നുന്നില്ല, അതുപോലെ വെള്ളം വയറ്റിനകത്ത് ചെന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പൊ ഈ കൂട്ടുകാരനൊക്കെ വെപ്രാളത്തിന് നമ്മുടെ നന്ദുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ ഇതേ സമയം വീണ്ടും കല്യാണ മണ്ഡപത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കല്യാണ മണ്ഡപമാണ് കാണിക്കുന്നത്. അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ അനിക്ക് ആദർശ് താലി എടുത്തു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ അനാമികയുടെ കഴുത്തില് ഈ ഒരു സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ അനി താലി ചാർത്ത് കാണട്ടോ. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് വേണം വേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് താലി ചാർത്തുന്നത്. ഏതായാലും അനാമികയ്ക്ക് വലിയ സന്തോഷമായി. ഇതിനിടയിൽ നമ്മുടെ നയനയ്ക്കും അത്രയ്ക്ക് സന്തോഷമൊന്നുമില്ല. നയനയും കനകദുർഗയൊക്കെ വിഷമത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ആ കൂട്ടുകാരൻ ഓടി വരികയാണ് കേട്ടോ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വിവരം പറയണമല്ലോ, വീട്ടുകാരോട് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ. അപ്പം ഓടി വരും. അപ്പം കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നയനയുടെ അടുത്ത് വന്നിട്ട് ആ കൂട്ടുകാരൻ പറയുവാണ്, അതെ നമ്മുടെ നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന്. ഇത് കേട്ടത് നയനെ ഞെട്ടിപ്പോയിട്ടോ. നയന എന്താ, എനിക്ക് മനസ്സിലായില്ല, എന്താ പറഞ്ഞത്, സത്യമാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം സത്യമാ, ഞാൻ പറയുന്നത് സത്യമാ.
അപ്പൊ ആദർശ് വന്നിട്ട് എന്താ നയനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ആദർശേട്ടാ നമ്മുടെ നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. ഇത് കേട്ടതും ആദർശം ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ ആദർശ് പതുക്കെ കല്യാണ മണ്ഡപത്തിന്റെ അങ്ങോട്ട് ചെന്നിട്ട് ആദർശന്റെ അച്ഛനോട് പറഞ്ഞു, ഞങ്ങള് ഒരു സ്ഥലം വരെ പോകും അച്ഛൻ, ഇപ്പൊ വരാന്ന് പറഞ്ഞു. അപ്പൊ നീ ഈ സമയത്ത് എങ്ങോട്ടാടാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് പോവാൻ, ഞങ്ങൾ ഇപ്പൊ വരാം, ഏതായാലും വിവാഹം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെയും കൂട്ടി ആദർശ് നേരെ നന്ദുവിന്റെ അടുത്തേക്ക് പോവുക. നയനയും ആദർശവും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദനും കനകദുർഗയ്ക്കും ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അവരിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇവരെന്തിനാ പോയതെന്നൊന്നും അറിയില്ലല്ലോ. കല്യാണ മണ്ഡപത്തിൽ നിന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ആത്മഹത്യാശ്രമം ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ കാറിൽ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ നയനയും ആദർശം പോവുകയാണ്. അപ്പൊ നയനയ്ക്ക് ഭയങ്കര ടെൻഷനും നയന ഭയങ്കര കരച്ചിലും ഒക്കെയാണ്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നീ സമാധാനമായിട്ടിരിക്കും, നമ്മുടെ നന്ദുവിനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോഴോ നമ്മുടെ നയന പറയോ, ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, ഒരിക്കലും ഞാനിതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാ നീ പറയുന്നത്? ഈ വിവാഹത്തിന്റെ കാര്യമാണോ? ഈ വിവാഹം നടക്കാൻ പാടില്ലായിരുന്നു, അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇതൊക്കെ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇതിന് സമ്മതിക്കത്തില്ലായിരുന്നു. അവളുടെ മനസ്സിൽ അത്ര ആഴത്തില് അനിയോട് സ്നേഹമുണ്ട്, അപ്പൊ അതുകൊണ്ടാണല്ലോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോ ഞാൻ അതല്ല ആദർശേട്ടാ ഉദ്ദേശിച്ചത്. ഒരിക്കലും നയനെ ആ കുടുംബത്തിലേക്ക് നന്ദുവിനെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അനിയത്തിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെങ്കിൽ ഒരിക്കലും അവൾ അനന്തപുരി തറവാട്ടിൽ വന്ന് അവൾക്ക് കിട്ടില്ല. ഞങ്ങൾക്ക് തരുന്ന പരിഗണന പോലും അവൾക്ക് കൊടുക്കില്ല. എന്റെ അനിയത്തിയുടെ ജീവിതം തന്നെ പോകും. ഞാൻ അതല്ല പറയുന്നത്. ആ രണ്ട് കൂട്ടുകാരന്മാരെ എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് ഏൽപ്പിച്ചാൽ മതിയായിരുന്നു, അവളെ ഒന്ന് നോക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ രാകേഷിനോടൊക്കെ നോക്കാൻ പറയുകയായിരുന്നെങ്കിൽ രാകേഷൊക്കെ അവളെ ഒന്ന് ശ്രദ്ധിച്ചേനെ. ഇതിപ്പം ഇവൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആദർശേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഭയങ്കര കരച്ചില്. ഇതേ സമയം നമ്മുടെ കല്യാണ മണ്ഡപം വീണ്ടും കാണിക്കുന്നു. അപ്പൊ ഒരു സിദ്ധൻ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ സിദ്ധൻ. ആ സിദ്ധൻ കല്യാണ മണ്ഡപത്തിലേക്ക് കയറി വരികയാണ്. അപ്പൊ കയറി വന്ന് ഇങ്ങനെ ഇവരുടെ വിവാഹം നടന്നതാണ് കാണുന്നത്. അപ്പൊ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ സിദ്ധന്, ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പാടില്ലാത്തൊരു വിവാഹമാണല്ലോ നടന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയറി വരും. അപ്പൊ ഈ സിദ്ധനെ കണ്ടതും അവിടെ ഇരുന്ന കുറച്ച് വ്യക്തികൾ എണീക്കുകയാണ് കേട്ടോ. അപ്പം ഇദ്ദേഹം വലിയൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് പറയും, ഇവിടെ ഇരിക്കൂ, ഇവിടെ ഇരുന്നോളൂ എന്നും പറഞ്ഞ് സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാനും ഒരു സ്ഥലം കൊടുക്കുകയാണ്. അപ്പൊ ഇതേ സമയം വീണ്ടും ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി നയനയും ആദർശം കൂടെ അവിടെ ചെന്നിട്ട് ഡോക്ടറിനോട് പറയാണിത്, ഇതാണ് നന്ദുവിന്റെ സിസ്റ്റർ, ഡോക്ടറെ എങ്ങനെയുണ്ട് നന്ദുവിനെ എന്ന് ചോദിച്ചപ്പം അത് പറയാനിപ്പം എന്താ പറയാന്, ആത്മഹത്യാശ്രമമായിരുന്നു. അപ്പൊ ആദർശ് പറഞ്ഞു, സാർ ഇത് കേസാക്കരുത്, അനന്തപുരിക്കാരുടെ ബന്ധു ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കേസാക്കുന്നില്ല. അല്ല ഡോക്ടർ, ഇപ്പൊ എന്റെ അനിയത്തിക്ക് എങ്ങനെയുണ്ട്? വെള്ളം ഒരുപാട് ഉള്ളി ചെന്നിട്ടുണ്ട്, പിന്നെ ചെളിയും അകത്ത് പോയിട്ടുണ്ട്. അയ്യോ ഡോക്ടർ, എന്താ ഡോക്ടർ എന്റെ അനിയത്തിക്ക് പറ്റിയത്? പിന്നെ ആളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കുറച്ചും കൂടി വൈകിയിരുന്നെങ്കിൽ പ്രശ്നം ഇച്ചിരി രൂക്ഷമായേനെ. ഇപ്പൊ ഏതായാലും തൽക്കാലം ചെളിയൊക്കെ ഞങ്ങൾ കളഞ്ഞിട്ടുണ്ട്, ഇപ്പം ഏകദേശം റിക്കവറായി വരുന്നു. പിന്നെ നമുക്കൊന്നും പറയാറായിട്ടില്ല. ഏതായാലും ഇത് ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ആദർശ, ഇന്ന് അനിയന്റെ കല്യാണം അല്ലായിരുന്നോ? ഈ ദിവസം തന്നെ ഈ കുട്ടി ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? ഏതായാലും അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോ പറയാൻ ബുദ്ധിമുട്ടാണ്, പറയുമൊന്നും വേണ്ട. എന്തായാലും ഈ കാര്യം മൂർത്തി സാറിനോട് പറയട്ടെ. ഇപ്പൊ തന്നെ മൂർത്തി സാറിനെ ICU മാറ്റിയതേ ഉള്ളൂ എന്ന് ഇപ്പൊ നയന പറഞ്ഞു. ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടറെ? കുറച്ച് കഴിയട്ടെ, നിങ്ങളിപ്പോ ഒന്ന് വെയിറ്റ് ചെയ്യ്. അത് പിന്നെ ഡോക്ടറെ, താലികെട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം, അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദർശ് നേരെ ചെന്നോ താലികെട്ട് സ്ഥലത്തേക്ക്, കല്യാണ മണ്ഡപത്തിലേക്ക്. ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞപ്പം അത് സാരമില്ല, ഞാനിവിടെ നിന്നോളാം, പ്രശ്നമൊന്നുമില്ല ഡോക്ടറെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനയാണെങ്കിൽ, ആദർശേട്ടാ എനിക്ക് പേടിയാവും, ആദർശേട്ടാ എന്റെ നന്ദൂട്ടന് ഒന്നും സംഭവിക്കില്ല, നയനെ ഒന്നും സംഭവിക്കില്ല, നന്ദുവിന് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക, അവൾക്ക് ഒന്നും സംഭവിക്കാൻ ദൈവം അവളെ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു. ഏതായാലും നയന ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനും, അതുപോലെ തന്നെ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് കിടക്കുന്ന നമ്മുടെ നന്ദുവിനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.